ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആവറേജ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കെല്ലാവർക്കും ആവറേജ് എന്താണെന്നൊക്കെ അറിയാം. എങ്കിലും ബാങ്ക് എക്സാമിന് ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഞാൻ ആവറേജിൻ്റെ ക്ലാസ്സുമായിട്ട് നിൽക്കും. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ നോക്കാം. അതിൽ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. എനിക്കിങ്ങനെ ഈ പേപ്പറും പേന ഉപയോഗിച്ച് ചെയ്യുന്നൊരു ടെക്നിക്ക് അത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ തൽക്കാലം നിങ്ങൾക്ക് ബേസ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം പിന്നീട് എല്ലാ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡുണ്ട്, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. A to Z എല്ലാ ടോപ്പിക്കും നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡുകളുണ്ട്. അത് നമ്മൾ പിന്നീട് പറഞ്ഞു തരും. അത് വേറൊന്നുമല്ല, തുടക്കത്തിലേ അത് പറഞ്ഞു തന്നാൽ മാക്സിമം എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആവറേജിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറയാം. എന്തായിരുന്നു ആവറേജ് എന്ന് പറഞ്ഞാൽ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ആ നമ്പേഴ്സിൻ്റെ സം എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഡിവൈഡ് ചെയ്യുക. എന്തായിരുന്നു? കുറച്ച് ക്വാണ്ടിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. നമ്പർ ആയാലും ക്വാണ്ടിറ്റി ആയാലും അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയായിരുന്നു ആവറേജ് കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി. ഇതാണ് ഒരു ആവറേജിന്റെ സാധാ ഫോർമുല. അതായത് നമുക്കത് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ നമ്പേഴ്സിന്റെ സം എടുക്കുക. സപ്പോസ് ഒരു 20, 25, 30, 35 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ആണെങ്കിൽ ആ നമ്പറിന്റെ ആവറേജ് എടുക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ നമ്പേഴ്സിന്റെ എല്ലാം സം എടുക്കുക മുകളിൽ. എന്നിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 20, 25, 30, 35 ടോട്ടൽ എത്ര ഉണ്ട്? 4 നമ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഇവിടെ എഴുതുക, താഴെ എഴുതുക. അപ്പോൾ സം ഡിവൈഡ് ബൈ നമ്പർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. ഇത് നമുക്ക് ഈ ബാങ്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എഴുതി ചെയ്യരുത്. നമ്മൾ അതിനൊരു സിമ്പിൾ വെച്ച് ശീലിക്കാം. ആവറേജിന് A ആയിട്ട് എഴുതുക, A is equal to S by N എന്ന് എഴുതി ശീലിക്കാം. അതായത് ആവറേജ് is equal to സം ബൈ നമ്പർ. ഇത് എങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും ആവറേജ് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സം ബൈ നമ്പർ ആയിരുന്നു. പക്ഷേ ചില ക്വസ്റ്റ്യൻ നമുക്ക് സം ചോദിക്കും, സം കണ്ടുപിടിക്കാൻ ചോദിക്കും. സം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിനെ ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സം കിട്ടും. ക്വസ്റ്റ്യൻ നമുക്ക് ആ നമ്പേഴ്സിൻ്റെ ഏതൊക്കെ കുറച്ച് നമ്പർ ഉണ്ട്, അതായത് കുറച്ച് നമ്പർ, ആ നമ്പർ എത്രയും നമുക്കറിയില്ല. ഒരു 4 നമ്പർ ഉണ്ട്. ആ 4 നമ്പറിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ 35 ആയിരുന്നു. ആ 4 നമ്പറിൻ്റെ ആവറേജ് 35 ആണെങ്കിൽ അതിൻ്റെ സം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആവറേജ് അറിയാം, എത്ര നമ്പർ ഉണ്ടെന്ന് അറിയാം. അത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷൻ കൂടി പഠിക്കുന്നത്. ഇങ്ങനെ 1-2 ഇക്വേഷൻ നമുക്കതൊക്കെ അറിയാം, എങ്കിലും മൈൻഡിൽ വെച്ചിരുന്നാൽ നമുക്കത് ഗുണം ചെയ്യും. ഇതാണ് ബേസിക് ഫോർമുല ഓഫ് ആവറേജ്. ഇത് മനസ്സിൽ വെച്ചേക്കുക. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് കുറച്ച് ആവറേജ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും അതിൻ്റെ എളുപ്പവഴികൾ വെച്ച് വേണം ചെയ്യാൻ. ഞാനൊരു ബേസിക് ഒരു ഐഡിയ തരാം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? റിപ്പീറ്റ് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. അതിനൊരു ബേസിക് ഫോർമുല എന്തായിരുന്നു? എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 3 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അതായത് ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. 1, 2, 3, 4, 5 ഇതൊക്കെ എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതല്ലെങ്കിൽ ഒരു 34, 35, 36 ഇതൊക്കെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. റിപ്പീറ്റായി പോകുന്ന നമ്പേഴ്സ് നമുക്കറിയാം. എങ്കിൽ ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ആവറേജ് എടുക്കുന്നത്? സം എടുക്കുന്നു, ഡിവൈഡ് ബൈ നമ്പർ എടുക്കുന്നു. ഈ നമ്പേഴ്സിന്റെ എല്ലാം സം എടുക്കുന്നു ബൈ എത്ര നമ്പർ ഉണ്ട്? 3 + 2 5 നമ്പർ ഉണ്ട്. ഇതിന്റെ സം ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആണ് ആവറേജ് തരുന്നതെങ്കിൽ അതിന്റെ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അതിന്റെ ആവറേജ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. എപ്പോഴെങ്കിലും നമുക്കൊരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഏതെങ്കിലും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിന്റെ മിഡിൽ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ആ മിഡിൽ നമ്പർ തന്നെ ആയിരിക്കും എന്ത്? അതിന്റെ ആവറേജ്. ഇവിടെ നോക്കാം. 34, 35, 36 ഈ 34നെയും 35നെയും 36ന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന മെത്തേഡ് 34 + 35 + 36 ഡിവൈഡ് ബൈ 3 ആണ്. സം ബൈ നമ്പർ. അത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അത്രയും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക, ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അതിന്റെ ആവറേജ്. കുറച്ച് ഡൗട്ട് ഉണ്ടാവും കുറച്ച് പേർക്ക്. ഇതിപ്പം 3 നമ്പറും ഇത് 5 നമ്പറും ആയതുകൊണ്ടല്ലേ മിഡിൽ നമ്പർ കറക്റ്റായിട്ട് കിട്ടിയത്. ഇതല്ലായിരുന്നെങ്കിലോ? വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു 22, 23, 24, 25 4 നമ്പർ ഉണ്ടായിരുന്നു.
എങ്കിൽ ഇതിൻ്റെ ആവറേജ്, ഇത് ഒരു കോൺസിക്യൂട്ടീവ് നമ്പറാണ് എങ്കിൽ ഇതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡിൽ നമ്പർ ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. പക്ഷേ ഇതിൻ്റെ മിഡിൽ നമ്പറിൽ ആരൊക്കെ വരുന്നുണ്ട്? ഒരു 2 നമ്പർ വരുന്നുണ്ട്. 23ഉം 24ഉം മിഡിൽ നമ്പറായിട്ട് വരുന്നുണ്ട്. എങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആവറേജ് എടുക്കുക, മിഡിൽ വരുന്ന നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കുക. അതായത് മൊത്തം 4 നമ്പർ ഉണ്ടെങ്കിൽ അതിന് മിഡിൽ എത്ര വരും? നടുക്ക് 2 നമ്പർ വരും. ആ നടുക്ക് വരുന്ന നമ്പറിൻ്റെ ആവറേജ് എടുക്കുക. 23ൻ്റെ 24ൻ്റെ ആവറേജ് എത്ര കിട്ടും? അതിൻ്റെ മിഡിലായിട്ട് വരും. അതെത്രയാ? 23.5. അപ്പോൾ ഇതായിരിക്കും എന്ത്? ഈ 22, 23, 24, 25ൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു 4 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മിഡിൽ നമ്പറിൻ്റെ ആവറേജ് എടുക്കുക. മിഡിൽ നമ്പറിൻ്റെ ആവറേജ് മിഡിൽ നമ്പറിൻ്റെ പകുതി. 23ൻ്റെ 24ൻ്റെ ഇടയ്ക്ക് ആര് വരും? 23.5 വരും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഏതെങ്കിലും ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണെങ്കിലോ, കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിപ്പോൾ സാധാരണ ഒരു കോൺസിക്യൂട്ടീവ് നമ്പറല്ലേ തന്നത്, എങ്കിൽ ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്തായിരിക്കും? x+2, x+4, x+6 അങ്ങനെ പോകും. ഇതായിരിക്കും ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിൻ്റെ ഫോർമുല. അതായത് ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഒരു 2 എടുക്കാം. ബാക്കിയുള്ള നമ്പർ എല്ലാം അതിനായിട്ട് എന്ത് ചെയ്യണം? ഒരു +2, +4, +6 ആഡ് ചെയ്ത് പോകണം. അതായത് 2 എന്നാൽ അടുത്ത എത്ര വരും? 4 വരും, 6 വരും, 8 വരും, അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ വരുന്നതെങ്കിൽ ഇതിൻ്റെ ആവറേജ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണെങ്കിലും ആ സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ മിഡിലിൽ ആര് വരുന്നോ അതായിരിക്കും അതിൻ്റെ എന്ത്? ആവറേജ് നമ്പർ. അത് കോൺസിക്യൂട്ടീവ് നമ്പർ ആയാലും കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആയാലും എന്തായിരിക്കും? അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് കണക്ക് തന്നെ ഇതിപ്പം ഒരു 4 നമ്പറേ ഉള്ളായിരുന്നു. ഒരു 26, 28, 30, 32 ഇങ്ങനെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ ഇതിൻ്റെ ആവറേജ് ആണ് ചോദിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇതിൻ്റെ മിഡിൽ നമ്പർ 28ൻ്റെയും 30ൻ്റെയും മിഡിലായിട്ട്, ഇതല്ലേ മിഡിലായിട്ട് വരുന്നത്, അതിൻ്റെ മിഡിലിൽ വരുന്ന എത്രയായിരുന്നു? 29. നമുക്കിപ്പോൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കിയതിന് ആൻസർ കണ്ടെത്താം. ഈ 26, 28, 30, 32ൻ്റെ ആവറേജ് എത്രയായിരിക്കും? 29 ആയിരിക്കും. അതിൻ്റെ പക്ക മിഡിൽ എത്രയാണോ വരുന്നത് അതായിരിക്കും എൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ പറഞ്ഞ അതേ മെത്തേഡ്, അതേ ഫോർമുല തന്നെയാണ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പറിന്റെ ഫോർമുല. ഏതെങ്കിലും ഓഡ് നമ്പർ എടുത്താൽ അതിലെ ഫസ്റ്റ് ഓഡ് നമ്പർ എക്സ് ആയിട്ട് വിചാരിച്ചാൽ നെക്സ്റ്റ് ഓഡ് നമ്പർ വരുന്നത് അതിനേക്കാൾ 2 നമ്പർ കൂടുതലായിരിക്കും. x+2, x+4, x+6 ഈ ഒരു ഫോർമുലയിലായിരിക്കും എല്ലാ ഓഡ് നമ്പേഴ്സും പോകുന്നത്. ഇതേ സെയിം ഫോർമുല തന്നെയാണ് എന്ത്? ഈവൻ നമ്പറിന്. അതായത് ഫസ്റ്റ് ഓഡ് നമ്പർ ഒരു 1 ആണെങ്കിൽ നെക്സ്റ്റ് ഓഡ് നമ്പർ വരുന്നത് അതിനേക്കാൾ ഒരു 2 കൂടുമ്പോഴായിരിക്കും. 1+2 3 വരും, 5 വരും, 7 വരും, 9 വരും. ഈ ഒരു ഫോർമുലയിലായിരിക്കും എല്ലാ ഓഡ് നമ്പറിൻ്റെ ബേസിക് ഫോർമുല പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ആവറേജ് ഓഫ് 13579 ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ജസ്റ്റ് സം ചെയ്ത് ബൈ 5 ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉറപ്പായിട്ടും അതിൻ്റെ മിഡിൽ നമ്പർ തന്നെയായിരിക്കും എന്ത്? അതിൻ്റെ ആവറേജ്. ഇത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നിങ്ങനെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. സപ്പോസ് വേറൊരു നമ്പർ ആയിരുന്നു തന്നിരുന്നത്, ഒരു 33, 35, 37 ആണ് തന്നിരുന്നത്. ഇതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? ഉറപ്പായിട്ടും 35 ആയിരിക്കും. ഇനി ഒരു 4 നമ്പർ തരുന്നു, ഒരു 61, 63, 65, 67 തന്നു. ഇതിൻ്റെ ആവറേജ് എത്രയായിരിക്കും? അതിൻ്റെ മിഡിൽ നമ്പേഴ്സിൻ്റെ നടുക്ക് വരുന്നത് എത്രയായിരിക്കും? 64 ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. അപ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ എത്തിക്കാൻ നോക്കണം. പക്ഷേ ഞാൻ ആദ്യം എന്ത് മനസ്സിലാക്കണം? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിൽ വരണം. അതായത് ഒരു കോൺസിക്യൂട്ടീവ് നമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആകാം, അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ആകാം. ഇങ്ങനത്തെ ഏത് നമ്പർ വന്നാലും അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇനിയെല്ലാം കൺസെപ്റ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ നോക്കി പഠിക്കണം, കറക്റ്റായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം പുതിയൊരു ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 60. ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 60. ഇനി എന്താ പറയുന്നത്? ഒരു 5 നമ്പർ ഉണ്ടായിരുന്നു. ആ 5 നമ്പറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 60 ആയിരുന്നു. ഇനി പറയുന്നു ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10. ഓരോ നമ്പറും 10 വീതം ഇൻക്രീസ് ചെയ്താൽ അതിന് ന്യൂ ആവറേജ് എന്താണ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വേഗം മനസ്സിലാവും. പക്ഷേ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒരു 5 നമ്പറിന്റെ ആവറേജ് 60 ആണെങ്കിൽ അതിലെ ഓരോ നമ്പറും 10 നമ്പർ വീതം ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ന്യൂ ആവറേജ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ആവറേജിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ആവറേജ് ഓഫ് 5 നമ്പർ 60 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒരു 5 നമ്പർ റാൻഡമായിട്ട് ഏതോ 5 നമ്പർ ഉണ്ടായിരുന്നു. ആ റാൻഡമായിട്ടുള്ള 5 നമ്പറിൻ്റെയും കൂടി ആവറേജ് എടുത്താൽ അതിൻ്റെ ഒരു മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60 ആയിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് കൊണ്ട് പഠിക്കാൻ എളുപ്പത്തിന് ഒരു കാര്യം പറയാം. അതായത് 5 നമ്പറിൻ്റെ ആവറേജ് 60 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, എൻ്റെ 5 നമ്പർ ഉണ്ടായിരുന്നു. ആ 5 നമ്പർ എന്ത് തന്നെയാണ്?
60 തന്നെയാണ് എന്നങ്ങ് വിചാരിക്കുക. 5 നമ്പർ ഉണ്ടായിരുന്നു, ഈ 5 നമ്പറും 60 തന്നെയാണ്. ഉറപ്പായിട്ട് ഇതിൻ്റെ ആവറേജ് 60 തന്നെയല്ലേ? അപ്പോൾ ഇനി എവിടെ നമുക്കൊരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ആവറേജ് എത്രയാണോ ആ ആവറേജ് തന്നെയാണ് ഈച്ച് നമ്പർ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അപ്പം പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഒരു നമ്പർ കുറവായിരിക്കും, കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു ആവറേജ് 60 ആണെങ്കിൽ ഈച്ച് നമ്പർ എന്ത് തന്നെയാണ്? 60 തന്നെയാണ്. ഉറപ്പായിട്ട് ഇതിൻ്റെ ആവറേജ് എടുത്ത 60 ആയാലേ കിട്ടില്ലേ? അപ്പോൾ ഇനി ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇൻ കേസ് ഈ ഒരു നമ്പർ 60 എന്നുള്ളത് ഒരു 55 ആണെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ തന്നെന്തായിരുന്നു? അതിൽ ഒരു നമ്പർ 55 ആയിരുന്നു. ഉറപ്പായിട്ട് ഇതിൻ്റെ ആവറേജ് 60 ആവണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പർ അതിന് ബേസിക്കായിട്ട് എന്ത് വരണം? ഒരു 65 വരണം. അതായത് ഇവിടെ ഒരു 5 കുറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ഒരു 5 കൂടണം. എങ്കിലല്ലേ ആവറേജിന് എന്താവുള്ളൂ? 60 ആവുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? നമുക്ക് ആവറേജ് എപ്പോഴും 60 നിർത്തണം. അപ്പോൾ ഒരു നമ്പർ 5 കുറഞ്ഞാൽ മറ്റേ നമ്പർ എന്ത് ചെയ്യണം? ഒരു 5 കൂടണം. വീണ്ടും ഞാൻ നോക്കാം, വേറെ നമ്പർ 2 കുറഞ്ഞു, ഒരു 58 ആയി. എങ്കിൽ ഉറപ്പായിട്ടും വേറെ ഏതെങ്കിലും ഒരു നമ്പർ എന്താകണം? ഒരു 2 കൂടണം, ഒരു 62 ആവണം. ഈ നമ്പർ എന്ത് തന്നെയാണ്? 60 തന്നെയായിട്ട് വെച്ചു. ഉറപ്പായിട്ടും ഈ നമ്പറിൻ്റെ ആവറേജ് എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 60 തന്നെ കിട്ടും. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അതായത് നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 60 തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇച്ചിരി കൂടിയാൽ മറ്റേ എന്ത് ചെയ്യും? ഇത്തിരി കുറയും. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്ത് വരും? അതിൻ്റെ ആവറേജ് 60 തന്നെ കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു 5 നമ്പറിൻ്റെ ആവറേജ് 60 ആയിരുന്നു. ആക്ച്വലി ആ നമ്പർ ഇങ്ങനെയായിരുന്നു ഇരിക്കട്ടെ, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ആ 5 നമ്പറും 60 ആണെന്ന് വിചാരിക്കും. ഇനി എവിടെ ആവറേജ് ക്വസ്റ്റ്യൻ തന്നാലും ആ ആവറേജ് ആണ് നമ്മുടെ ഈച്ച് നമ്പർ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു 5 നമ്പർ 60 തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ പറയുന്നു, ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10. ഓരോ നമ്പറും 10 വീതം ഇൻക്രീസ് ചെയ്തു എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ന്യൂ ആവറേജ് എത്ര എന്നല്ലേ ചോദിക്കുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വൽ നമ്പർ ഇതായിരുന്നെങ്കിൽ പോലും ഇതിനകത്തെല്ലാം ഒരു 10 വീതം ഇൻക്രീസ് ചെയ്താലും അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഈ 60 + 10 തന്നെയല്ലേ വരുന്നത്? ഇതായിരുന്നു ആക്ച്വൽ നമ്പർ എങ്കിൽ പോലും അതെല്ലാം 10 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്താലും ഈ 60 + 10 എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്താലും എല്ലാം സെയിം തന്നെയായിരിക്കും. നമ്മളിത് 60 + 10 എടുത്താൽ ഈച്ച് നമ്പർ എന്താവും? 70 ആവില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും പുതിയ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 70 തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ വെറുതെ ചെയ്ത് സമയം കളയാൻ നിൽക്കരുത്. നമ്മൾ മൈൻഡിൽ വിചാരിക്കുക ആവറേജ് ഓഫ് 5 നമ്പർ 60 എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കുക? ആ 5 നമ്പർ എന്തായിരുന്നു? 60 ആയിരുന്നു. അതിൽ ഓരോ നമ്പറും എന്ത് ചെയ്തു? ഒരു 10 വീതം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 10 വീതം ഇൻക്രീസ് ചെയ്താൽ ഓരോ നമ്പർ എത്രയായി? 60 + 10 70 ആയി. എല്ലാ നമ്പറും 70 ആയി. ഉറപ്പായിട്ട് എൻ്റെ ആവറേജ് എത്രയായിരിക്കും? 70 തന്നെയായിരിക്കും. അതല്ലാണ്ട് നമ്മൾ മുമ്പ് പഠിച്ച കണക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ നമ്പറിൻ്റെ അതൊന്നും ചെയ്യരുത്, അങ്ങനെ സമയം കളയരുത്. നമ്മൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എവിടെയെങ്കിലും ആവറേജ് ചോദിച്ചു, ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 40 എന്നാണെങ്കിൽ നമ്മൾ വിചാരിച്ചു ആ 5 നമ്പർ എന്ത് തന്നെയാണ്? 40 തന്നെയാണ്. ആവറേജ് ഇൻക്രീസ് ബൈ 5, അപ്പോൾ എത്രയായി? 45 ആയി ആവറേജ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കുക. വെറുതെ ഇങ്ങനെ ചാടി കയറി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ മനസ്സിലേക്ക് എത്തിക്കുക എന്താ അവിടെ നടക്കുന്നതെന്ന്, എന്നിട്ട് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്. 1-2 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തു തരാം ഇതുപോലത്തെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നേക്കുന്നത്, ആവറേജ് ഓഫ് 8 നമ്പർ ഈസ് 16. ആവറേജ് ഓഫ് 8 number is 16. What will be the new average if each number is multiple by 4? അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ആദ്യം ഒരു 8 നമ്പർ തന്നിട്ടുണ്ട്. ആ 8 നമ്പറിൻ്റെ ആവറേജ് എത്രയായിരുന്നു? 16 ആയിരുന്നു. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തേ ഉള്ളൂ. 8 നമ്പറിൻ്റെ ആവറേജ് 16 ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു ഓരോ നമ്പർ എന്തായിരുന്നു? 16 തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ന്യൂ ആവറേജ് കണ്ടുപിടിക്കണം. എങ്ങനെയായിരുന്നു? ഓരോ നമ്പറും 4 വീതം മൾട്ടിപ്പിൾ ചെയ്താൽ, നമ്മൾ നേരത്തെ വിചാരിച്ചു ആവറേജ് ഓഫ് 8 നമ്പർ 16. ഓരോ നമ്പർ നമ്മൾ എന്തായിട്ട് എടുത്തു? 16 ആയിട്ട് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈച്ച് നമ്പർ ഈസ് മൾട്ടിപ്പിൾ ബൈ 4. ഈച്ച് നമ്പർ ഈസ് മൾട്ടിപ്പിൾ ബൈ 4. വാട്ട് വിൽ ബി ദ ന്യൂ ആവറേജ്? 16 × 4 ആയിരിക്കും. 64 കിട്ടും ന്യൂ ആവറേജ്. അപ്പോൾ ഇത്ര ഈസിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ആവറേജ് ചെയ്യുന്ന സാധാ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ മെത്തേഡിൽ എങ്ങനെയായിരുന്നു ആവറേജ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഓഫ് 8 നമ്പർ ഈസ് 16. എങ്കിൽ അതിൻ്റെ സം എത്ര കിട്ടും? Average of 8 number is 16. എങ്കിൽ ടോട്ടൽ സം എത്ര കിട്ടും? സം കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജിന് നമ്പർ ആയിരുന്നു. 16 × 8 ആയിരുന്നു ടോട്ടൽ സം. ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ടോട്ടൽ സം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈച്ച് നമ്പർ ഈസ് മൾട്ടിപ്പിൾ ബൈ 4. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സമ്മിനെ മൾട്ടിപ്പിൾ ബൈ 4 ചെയ്താൽ നമുക്ക് പുതിയ സം കിട്ടി, ന്യൂ സം. നമുക്ക് സമ്മായി. ഇനി നമുക്ക് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ആ ന്യൂ സമ്മിൻ്റെ ആവറേജ് നമുക്ക് വേണ്ടത് എന്താ? പുതിയ സമ്മല്ല, പുതിയ ആവറേജ് ആണ് വേണ്ടത്. എങ്കിൽ പുതിയ സം നമുക്കറിയാം, നമ്പറും നമുക്കറിയാം. എങ്കിൽ ന്യൂ ആവറേജ് കണ്ടുപിടിക്കാൻ ന്യൂ ആവറേജ് ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്ത ഇക്വേഷൻ, ന്യൂ ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എത്രയായിരുന്നു? 16 × 8 × 4
ഡിവൈഡ് ബൈ നമ്പർ എത്രയായിരുന്നു 8. എത്ര കിട്ടും? 16 × 4 64 തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത ഈ സ്റ്റെപ്പ്. ഒറ്റ സെക്കൻഡിൽ നമുക്കത് കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് അറിയാമായിരുന്നു. ആവറേജ് ഇക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ നമ്പർ. ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കുന്നു, ബൈ നമ്പർ എടുത്താൽ നമുക്ക് ആവറേജ് കിട്ടും. ഇതായിരുന്നു ടോട്ടൽ ക്വാണ്ടിറ്റി. ടോട്ടൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കൊരു ആവറേജ് അറിയാം, അതിൻ്റെ നമ്പറും അറിയാം. ആവറേജും അറിയാം, അതിൻ്റെ നമ്പറും അറിയാമെങ്കിൽ ആവറേജിൻ്റെ നമ്പർ ആയിരുന്നു എന്ത്? ടോട്ടൽ ക്വാണ്ടിറ്റി. നമ്മൾ കുറച്ച് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആവറേജിൻ്റെ നമ്പർ ഇത് നമുക്ക് ടോട്ടൽ സം കിട്ടും. അപ്പോൾ ഇനിഷ്യലിയുള്ള ടോട്ടൽ സം കിട്ടി. ഇനി ഇനിഷ്യലിയുള്ള ടോട്ടൽ സം കിട്ടി കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ പറയുന്നു ഈച്ച് നമ്പർ ഇസ് മൾട്ടിപ്പിൾ ബൈ 4. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമ്മിനകത്ത് ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് ടോട്ടൽ സം കിട്ടില്ലേ? നമ്മൾ ഇനിഷ്യലി ഈച്ച് നമ്പർ ഇസ് മൾട്ടിപ്പിൾ ബൈ 4 എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മിനെ ഇൻറ്റു 4 ചെയ്താൽ എല്ലാ നമ്പറും നമുക്ക് എന്തായി? മൾട്ടിപ്പിൾ ബൈ 4 ആയില്ലേ? അപ്പോൾ 16 × 8 × 4 ചെയ്താൽ നമുക്ക് പുതിയ സം കിട്ടി. നമുക്ക് വലിയതായ നമ്പറിൻ്റെ സം കിട്ടി. പക്ഷേ വലിയതായ നമ്പറിൻ്റെ സം അല്ല നമുക്ക് വേണ്ടത്. എന്തിനാണ്? അതിൻ്റെ ആവറേജ് ആണ് വേണ്ടത്. അപ്പോൾ സമ്മിനെ ആവറേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എത്ര നമ്പർ ഉള്ളായിരുന്നു? ആവറേജ് ഓഫ് 8 നമ്പർ അല്ലേ? അപ്പം ഡിവൈഡ് ബൈ 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ആവറേജ് കിട്ടും. അപ്പം 16 × 8 × 4/8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 8 ക്യാൻസൽ പോകും. 16 × 4 എത്ര കിട്ടും? 64 കിട്ടും. ഇനി 16 × 4 മൾട്ടിപ്പിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എളുപ്പത്തിൽ എങ്ങനെ 16 × 4 ചെയ്യുന്നത്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് ശീലിക്കുക. 16 × 4 മീൻസ് 16 × 2 × 2. 16 × 2 എത്രയാ? 16 × 2 32 കിട്ടും. 32 × 2 എത്രയാ? 64 കിട്ടും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയൊക്കെ ശീലിക്കണം. ചുമ്മാ പേപ്പറിലെടുത്ത് ഇങ്ങനെ ചെയ്ത് ശീലിക്കരുത്. മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ആവറേജിനകത്ത് ഇൻക്രീസിങ് വന്നു കഴിഞ്ഞാൽ ആ ആവറേജ് ഈച്ച് നമ്പറായിട്ട് വിചാരിക്കുക. ഇവിടെ 16 ആയിരുന്നു ആവറേജ്. ഞാൻ വിചാരിച്ചു ആ ഈച്ച് നമ്പർ എന്തായിരുന്നു? 16 തന്നെയാണെന്ന്. അതിൽ ഓരോ നമ്പർ എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ബൈ 4 ചെയ്തു. അപ്പോൾ 16 × 4 എത്ര? 64. എല്ലാ നമ്പറും എന്തായി? 64 എന്നായി. ഇങ്ങനെയാണെങ്കിൽ ന്യൂ ആവറേജ് ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? 64 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് വേഗം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആൻസറിലേക്ക് എത്തിക്കാം. ഇതുപോലെ വലിയ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ആവറേജ് എത്രയായിരുന്നു? 16 ആയിരുന്നു. അതിൻ്റെ ആവറേജ് ഈച്ച് നമ്പർ എന്തായി? 4 മൾട്ടിപ്പിൾ ചെയ്തു. 16 × 4 ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 64 ആൻസർ കിട്ടും. അപ്പോൾ അത്ര ഈസിയാണ്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ ആവറേജ് ഏജ് ഓഫ് എ ബി സി. ഒരു 3 പേഴ്സണുണ്ട്. അവരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇനി പറയുന്നു ഇഫ് ദി ആവറേജ് ഏജ് ഓഫ് ബി ആൻഡ് സി ഈസ് 29, വാട്ട് ഈസ് ദി ഏജ് ഓഫ് എ? ഓക്കെ, അതായത് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ആവറേജ് ഏജ് ഓഫ് എ ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും കൂടി ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 28 ആയിരുന്നു. 3 പേഴ്സൺ ഉണ്ടായിരുന്നു. ആ 3 പേഴ്സൻ്റെയും കൂടി ആവറേജ് ഏജ് 28 ആയിരുന്നു. ഇനി ഒരു കണ്ടീഷൻ പറയുകയാണ്, അതിൽ ആദ്യത്തെ ആളെ ഒഴിച്ച് ബാക്കി 2 പേരുടെ ആവറേജ് എടുത്താൽ ആവറേജ് ഏജ് ഓഫ് ബി ആൻഡ് സി എത്രയായിരുന്നു? 29. അതിൽ ആദ്യത്തെ ആളെ ഒഴിവാക്കിയാൽ ബാക്കി 2 പേരുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 29 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഏജ് ഓഫ് എ. എയുടെ ഏജ് കണ്ടുപിടിക്കണം. ഇതല്ലേ ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് എൻ്റെ എളുപ്പം വഴി പറഞ്ഞു തരാം. എങ്ങനെയായിരുന്നു നമുക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഏത് മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്? നമുക്ക് ആവറേജ് ഓഫ് 3 പേഴ്സൺ നമുക്കറിയാം. ആവറേജ് അറിയാം. എത്ര പേഴ്സൺ ഉണ്ട്, നമ്പർ എത്രയുണ്ടെന്ന് നമുക്കറിയാം. ഉറപ്പായിട്ടും ആവറേജും നമ്പറും നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സം കണ്ടുപിടിച്ചുകൂടെ? സം ഓഫ് എ ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും ഏജിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും ഏജിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു? സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് ഇൻറ്റു നമ്പർ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചല്ലേ അത്? ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ ആവറേജ് വാല്യൂവിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആവറേജിന് എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും കൂടി ടോട്ടൽ സം ഏജിൻ്റെ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവരുടെ ആവറേജ് ഏജ് എത്രയായിരുന്നു? 28. അവർ എത്ര പേഴ്സൺ ഉണ്ടായിരുന്നു? എത്ര നമ്പർ ഉണ്ടായിരുന്നു? 3 നമ്പർ ഉണ്ടായിരുന്നു. 28 × 3 ചെയ്താൽ മതി. 28 × 3 എത്ര കിട്ടും? 84. 84 അങ്ങനെ ചെയ്യാം. 8 × 3 24 കിട്ടും. 2 റിമൈൻഡർ. 2 × 3 6 കിട്ടും. 6 + 2 റിമൈൻഡർ 8. 84 എന്ന് കിട്ടും. അങ്ങനെ സം ഓഫ് എ ബി സി. എയുടെയും ബിയുടെയും സിയുടെയും കൂടി ഏജിൻ്റെ സം എത്ര കിട്ടും? 84 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു ആവറേജ് ഏജ് ഓഫ് ബി ആൻഡ് സി ഈസ് 29. ബിയുടെയും സിയുടെയും ഏജിൻ്റെ ആവറേജ് 29 ആണെങ്കിൽ അവരുടെ സം എത്രയായിരിക്കും? ബിയുടെയും സിയുടെയും ആവറേജ് അറിയാം. എത്ര പേഴ്സൺ ഉണ്ട് ഇവിടെ? 2 പേഴ്സൺ ആണ്. എങ്കിൽ ഏജ് ഓഫ് സം ഓഫ് ബി ആൻഡ് സി. നമ്മൾ എ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ സം എടുക്കുന്നു. ബിയുടെയും സിയുടെയും കൂടി സം എടുക്കാൻ സമ്മിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് ഇൻറ്റു നമ്പർ. ഇവിടെ ആവറേജ് എത്രയായിരുന്നു? 29 ആയിരുന്നു ബിയുടെയും സിയുടെയും ആവറേജ്. അവരുടെ നമ്പർ എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 പേഴ്സൺ അല്ലേ ഉള്ളൂ. അപ്പോൾ 29 × 2 എത്ര കിട്ടും? 58 കിട്ടും ഇവരുടെ
സം. ഇനി ആൻസർ എളുപ്പമായി. അതായത് മൊത്തം 3 പേരുണ്ടായിരുന്നു. 3 പേരുടെ സം നമുക്കറിയാം, അവസാനത്തെ 2 പേരുടെ സം നമുക്കറിയാം. ആദ്യത്തെ ആളെ കണ്ടുപിടിക്കണം. ആദ്യത്തെ ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ സമ്മിൽ നിന്നും രണ്ടാമത്തെ മൂന്നാമത്തെ ആളുടെ സം കുറച്ചാൽ പോരെ. അതായത് 84 മൈനസ് 58 ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഏജ് ഓഫ് എ കിട്ടും. ഏജ് ഓഫ് എ എത്ര കിട്ടും? 84 മൈനസ് 58 എത്ര കിട്ടും? 26 കിട്ടും. ഇതായിരിക്കും ഏജ് ഓഫ് എ. നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ഈ ഒരു മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ഒരു 2, 3, 4 സ്റ്റെപ്പ് എഴുതി ചെയ്യാനുള്ളൊരു സമയം നമുക്ക് എക്സാമിന് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ മൈൻഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ ആവറേജ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ആവറേജ് ഉണ്ടോ എന്ന് നോക്കുക, എത്ര നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതിനെ സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ട്രഡീഷണൽ മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കണ്ടീഷനും നിങ്ങൾ സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. സമ്മിനെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂടണമെങ്കിൽ ചില കണ്ടീഷനിൽ സം കൂട്ടാൻ തരും. ഇവിടെ നമുക്ക് സം എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും സമ്മുണ്ട്, ബിയുടെയും സിയുടെയും സമ്മുണ്ട്. ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും സമ്മിൽ നിന്നും ബിയുടെയും സിയുടെയും കൂടി സം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ സം കിട്ടും. 84 മൈനസ് 58 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 26 കിട്ടും. ഉറപ്പായിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടും? ആൻസർ ഓഫ് ഏജ് ഓഫ് എ എത്ര കിട്ടും? 26 കിട്ടും. പക്ഷേ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കൊരു മൈൻഡിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മെത്തേഡാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. നോക്കാം നമുക്ക് എന്താണ് ആ മെത്തേഡ് എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 പേരുടെ ആവറേജ് 28 ആണെന്നല്ലേ. ഞാനും ഇങ്ങനെ വിചാരിച്ചു, 3 പേരുടെ ആവറേജ് 28 ആണെങ്കിൽ ഈ എ ബി സി, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡിൽ വേണമെങ്കിൽ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ വിചാരിച്ചു എയുടെ ഏജ് 28 ആണെന്ന്. ഉറപ്പായിട്ടും ബിയുടെ ഏജ് എത്രയായിരിക്കും? 28 ആയിരിക്കും. സിയുടെ ഏജ് എത്രയായിരിക്കും? 28 ആയിരിക്കും. എങ്കിൽ മാത്രമല്ലേ 3 പേരുടെ ആവറേജ് എനിക്ക് 28 കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. നമ്മളിനി ഇങ്ങനെ ശീലിക്കണം. എപ്പോഴെങ്കിലും ആവറേജ് നമുക്കൊരു നമ്പർ തന്നാൽ ആ പേഴ്സൺസ് ആ എത്ര നമ്പർ ഉണ്ടോ അവരെല്ലാം എന്താണെന്ന് വിചാരിക്കുക? ആ ആവറേജ് നമ്പറാണെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി അവർ ആവറേജ് എന്തായി പോവും? ആ 28 തന്നെയാവും. ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, ആവറേജ് ഏജ് ഓഫ് എ ബി സി ഈസ് 28. ഓക്കെ, കണ്ടീഷൻ ശരിയാണ്. പക്ഷേ നമ്മുടെ കണ്ടീഷൻ ഇനി മാറുകയാണ്. ഇഫ് ദി ആവറേജ് ഏജ് ഓഫ് ബി ആൻഡ് സി ഈസ് 29, പറയുന്നു ഇവിടെ ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എന്താകുന്നു എന്ന് 29 ആയാൽ, അപ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ഒരു 1 വന്നു, ഇവിടെയും പ്ലസ് ഒരു 1 വന്നു. അപ്പം ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എന്തായി? 29 ആയി. അപ്പോൾ ആൾറെഡി നമ്മൾ 28 ഉള്ളതിൽ നിന്ന് എത്ര വീതം കൂട്ടി? ഒരു +1 ബിക്കും കൂട്ടി, ഒരു +1 സിക്കും കൂട്ടി. അപ്പോൾ ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന ആവറേജിൽ നിന്നും 2 പേരുടെയും നമ്പർ എന്ത് ചെയ്തു? ഒരു +1 കൂട്ടി. അതുകൊണ്ടാണ് ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് എത്രയായി? 29 ആയത്. അപ്പോൾ ഇവിടെ ആൾറെഡി 28 നിന്ന് 29 ഇൻക്രീസ് ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് കുറയ്ക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഒരിടത്ത് കൂട്ടിയാൽ മറ്റിടത്ത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇവിടെ ഇപ്പോൾ എത്ര കൂട്ടി? 1 + 1 2 കൂട്ടി ബിക്കും സിക്കും വേണ്ടി. എങ്കിൽ ആവറേജ് 28 ആയിട്ട് നിലനിർത്തണമെങ്കിൽ എ എത്ര കുറയ്ക്കണമായിരിക്കും? ഒരു 2 നമ്പർ കുറയ്ക്കണമായിരിക്കും. നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലായോ? ഇവർ ആവറേജ് ഉറപ്പായിട്ട് എത്ര കിട്ടാവൂ? 28 വരാവും. ബിയുടെയും സിയുടെയും എത്ര വീതം കൂട്ടി? 29 ആകണമെങ്കിൽ 1 വെച്ച് കൂട്ടി. മൊത്തം അഡീഷൻ എത്ര ചെയ്തു? 2 നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 2 നമ്പർ ആഡ് ചെയ്തെങ്കിൽ ആവറേജ് 28 തന്നെ നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് എ ഒരു 2 നമ്പർ കുറയ്ക്കണം. അപ്പോൾ എയുടെ ഏജ് എത്ര കിട്ടും? 26 കിട്ടും. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കാൽക്കുലേഷൻ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യം മൈൻഡിൽ മാത്രം ഓർക്കുന്നു. എയുടെയും ബിയുടെയും സിയുടെയും ആവറേജ് ഏജ് 28 ആയിരുന്നു എങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ഏജ് 28 ആണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കണ്ടീഷൻ പറയുന്നു ബിയുടെയും സിയുടെയും ഏജ് എന്തായിരുന്നു? ആവറേജ് 29 ആണെന്ന്. ബിയുടെയും സിയുടെയും ആവറേജ് 29 ആകണമെങ്കിൽ ഇപ്പോഴുള്ള 28 നിന്ന് എത്ര വീതം കൂട്ടണം? ഓരോ 1 നമ്പർ വീതം കൂട്ടണം. എങ്കിലേ ബിയുടെയും സിയുടെയും എന്താവുള്ളൂ? 29 ആവുള്ളൂ. അങ്ങനെ 29 ആകണമെങ്കിൽ ഈ കൂട്ടിയ 1 നമ്പർ എക്സ്ട്രാ വന്നില്ലേ? ഈ കൂട്ടിയ ഈ 1 + 1 2 നമ്പർ നമ്മൾ എവിടെ കുറയ്ക്കണം? ഈ എയിൽ കുറയ്ക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എപ്പോഴും ആവറേജ് എത്രയിൽ നിർത്തണം? 28 നിർത്തണം. ഇപ്പം ബിയും സിയും ഓരോന്ന് വീതം കൂട്ടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് റെഡിയാക്കാൻ വേണ്ടി എയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൂട്ടിയ 2 നമ്പർ കുറയ്ക്കുന്നു. അപ്പോൾ എയുടെ ഏജ് എത്രയായി മാറും? 28 എന്നുള്ളത് എത്രയായി മാറും? 26 ആയിട്ട് മാറും. അപ്പോൾ ഇതായിരിക്കും അവരുടെ ആക്ച്വൽ ഏജ്. അതായത് ഇതിൻ്റെ ആക്ച്വലി പറഞ്ഞ എത്രയായിരിക്കും? എയുടെ ഏജ് 26 ആയിരിക്കും. ബിയുടെയും സിയുടെയും ഏജ് എത്രയായിരിക്കാം? 29 ആയിരിക്കാം. ആണെന്നല്ല, ആയിരിക്കാം. ഇപ്പോൾ കണ്ടീഷൻ ശരിയല്ലേ? ഇവർ ആവറേജ് എടുത്ത് നോക്കി 28 തന്നെ കിട്ടില്ലേ? കാരണം 28 നിന്ന് ഇവർക്ക് ഓരോന്ന് വീതം കൂടിയപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി എയുടെ എത്ര കുറച്ചു? ഒരു 2 നമ്പർ കുറച്ചു. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി ചെയ്യാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വലിയ വലിയ സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട. നമ്മൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ചെയ്ത് ശീലിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരാം. അതുവരെ ശരി, ബൈ.